ബണ്ണി ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ പേരന്റ്സ് ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്നോണ്ട് TV ഒക്കെ കാണുന്നു. ആദ്യം കാര്യം പറയേണ്ടെന്ന് വെച്ചതാണ്, പക്ഷെ പറയാതെ വയ്യ. അമ്മ അപ്പ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് കേൾക്കുമ്പോ അവർക്ക് ഷോക്ക് തന്നെയാണ്. പക്ഷെ ബണ്ണിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് അത്രേ ഉള്ളോ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാനേ, നീ ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഒരു തീരുമാനം എടുത്തും കഴിഞ്ഞു. സംഭവിച്ചതും വിചാരിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കാതെ പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇയാളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കൂടി ആയപ്പോ അന്നത്തെ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ തുടങ്ങി. അവനും സെയിം പോലെ തന്നെ. 2 മണിയായി, 3 മണിയായി, 4 ആയി. അവേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബണ്ണിയാണെങ്കിൽ എവിടെയും പോവാതെ ഒരു ബ്രേക്ക് പോലെ എടുക്കാതെ ആ ഒരു തകർന്ന സ്റ്റാച്ചുവിന്റെ റിക്കവറിയിലും ഒരു മടിയും കാണിക്കാതെ ജിവോൺ ആണെങ്കിൽ അവൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് കൂടെ തന്നെയുണ്ട്. കോമ്പോസിറ്റ് മിക്സ് ചെയ്യല്, കലക്കല്, വെള്ളം കൊണ്ടുവരല്, അത് നൈറ്റ് വരെ തുടരും. ഇവളാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവള് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ വർക്കില് ഭയങ്കര ബിസിയാണ്. അത് മാത്രല്ല അതിന്റെ ഒരു ടയർഡ്നെസ് വേറെ. അങ്ങനെ അവളുടെ റിപ്ലൈ കാത്തിരുന്ന് ഇവനാണെങ്കിൽ ഉറങ്ങിപ്പോയി. ഇപ്പൊ മോർണിംഗ് എഴുന്നേറ്റ് നോക്കുമ്പോ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ ബണ്ണിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടോന്നാണ്. ഇല്ല, ഒന്നും തന്നെ വന്നിട്ടില്ല. ഇവളത് എവിടെയാ, എനിക്ക് എന്താ റിപ്ലൈ തരാത്ത? ഇനി കോൾ ചെയ്ത് നോക്കിയാണെങ്കിൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും. അവൾ എവിടെയാന്നറിയോ? വീട്ടില്. ലേറ്റ് നൈറ്റ് ഉറക്കം തൂങ്ങി ഭയങ്കര ടയർഡായിട്ടാണ് വന്നത്. ടൈമില് ഫോണൊന്നും ചാർജിൽ വെക്കാനും മറന്നുപോയി. അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഇത്ര നേരമായിട്ട് ഇവളെന്താ എഴുന്നേക്കാത്ത? അമ്മ വന്ന് വിളിക്കുമ്പോഴും ബണ്ണിക്കാണെങ്കിൽ ക്ഷീണം കാരണം അമ്മ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റോളോ. ഇയാളാണെങ്കിൽ ബണ്ണിയുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റിംഗ് ആണ്. കോളിംഗ് ബെൽ അടിച്ചാലോ വേണ്ടയോ എന്നൊരു 10 തവണ ആലോചിച്ച് ലാസ്റ്റ് തീരുമാനത്തിലെത്തി. അപ്പൊ ഡോറ് തുറക്കുന്നത് ബണ്ണിയുടെ അപ്പായും. ആരാ? ഞാൻ ബണ്ണിയുടെ ബോയ് അല്ല, ഫ്രണ്ടാ, വെറും ഫ്രണ്ട് എന്ന് പറഞ്ഞ അകത്തൊക്കെ കയറി പറ്റി. അമ്മയ്ക്കാണെങ്കിൽ അവന് വലിയ ഇഷ്ടമായി. ഇത്ര കുട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ചെക്കൻ നിന്നെ കാണുന്ന പോലെ തന്നെ പരിചയപ്പെട്ടപ്പോഴും ഭയങ്കര പാവാണല്ലോ. അതിനവനെ കാണുമ്പോ എപ്പോഴും പാവായിട്ട് തോന്നിയെന്ന അപ്പയുടെ വക ഒരു കൗണ്ടർ. ഷേക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത് പരിചയപ്പെടുമ്പോ എന്തൊരു വിനയാണെന്നറിയോ. 2 വട്ടം കൈയൊക്കെ തുടയ്ക്കും. പക്ഷെ അപ്പയാണെങ്കിൽ അപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ്. ആട്ടെ, എന്താ രാവിലെ ഇങ്ങോട്ട്? നിങ്ങൾ എന്ത് ചോദ്യം മനുഷ്യ ചോദിക്കുന്ന? നമ്മുടെ മോളുടെ കൂടെ സ്കൂളിലേക്ക് പോകാനായിരിക്കും, അല്ലാതെ എന്തിനാ പറഞ്ഞേ? ഈ ഒരു ടൈമിലാണ് ബണ്ണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇയാളിനെ അവിടെ വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ കാണുമ്പോ അവൾക്കൊരു ഷോക്ക്. നീ എന്താ ഇവിടെ? പിന്നെ ഫുഡ് കൊടുക്കലായി, വർത്താനം പറയലായി. നിനക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. നീ കുറെ നാളെ ക്യാൻറ്റീനിലെ ഫുഡെല്ലാം കഴിച്ച് മടുത്തെന്ന് തോന്നുന്നു. അപ്പോ ബണ്ണിയാണെങ്കിൽ അവൻ എന്ത് ഫുഡാണ് ഇഷ്ടം, ഇഷ്ടമല്ലാതെ തുടങ്ങി ലിസ്റ്റ് ഒക്കെ എടുത്തെടുത്ത് പറയും. അമ്മയപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇയോള് കണ്ടുപിടിച്ച ലാസ്റ്റ് ബണ്ണിയുടെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട വന്നു. ഇനി ബണ്ണിയെ കുറിച്ച് ചോദിച്ചാലോ, ഇയോളിനാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ അപ്പ കുക്ക് ചെയ്യുന്ന ഫുഡാണെന്ന് എനിക്കറിയാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനല്ലേ അത് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പോവാൻ നേരം ബണ്ണിയുടെ അപ്പയാണെങ്കിൽ വേഗം വിട്ടു എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ കണ്ണിലൂടെ കാണിക്കും. ഇയാളുടെ അടുത്ത് മാത്രം ഭയങ്കര ജാടയാണ്. എന്താന്നറിയില്ല. ബണ്ണി അത് നോട്ട് ചെയ്ത്. സാധാരണ എന്റെ അപ്പ ഭയങ്കര ടോക്റ്റീവ് ആയിരുന്നു, പക്ഷെ നിന്നോട് മാത്രം കുറച്ച് സീരിയസ് ആയതുപോലെ. അവനാണെങ്കിൽ ഇപ്പൊ ബണ്ണിനെ വിളിച്ച് കിട്ടാത്തതിന്റെ പരിഭവം എല്ലാം പറയും. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ നിന്റെ ഫസ്റ്റ് റിപ്ലൈ എനിക്ക് തന്നെ വേണം. ബണ്ണി ഇത്ര കാര്യമായിട്ട് സോറി പറഞ്ഞോണ്ട് ലൈറ്റായിട്ട് പിണങ്ങിയിട്ടാണെങ്കിലും ഇയാൾ അണങ്ങി കൂട്ടുകൂടും. കോളേജിൽ ചെല്ലുമ്പോ അവൾക്കാണെങ്കിൽ ഒത്തിരി വർക്ക് ചെയ്തു തീർക്കാനുണ്ടല്ലോ. ആ ഒരു സ്റ്റാച്ചു റിപ്പയർ ആക്കി തന്നെ അവളുടെ പകുതി സമയം പോകും. അങ്ങനെ കുറെ വർക്കൊക്കെ ചെയ്ത് ബണ്ണി ടയേർഡായിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നത് കാണുമ്പോ ജിവോൺ യോറയോട് ആരുടെ പേര് പറഞ്ഞാൽ റിപ്ലൈ കൊടുത്തേന്നുള്ള കാര്യം കാണിക്കുകയാണ്. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അത് ബണ്ണിയായിരുന്നു. എനിക്ക് അവളോട് അത് പറയാൻ പറ്റിയിട്ടൊന്നും ഇല്ല. എന്നാലും അവളുടെ കൂടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ജീവോൺ ആണെങ്കിൽ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ബണ്ണി നല്ല ഉറക്കായതുകൊണ്ട് അവളെ നോക്കി അവിടെ തന്നെ കൂട്ടിയിരിക്കും. ഇവിടെ ഇയാളാണെങ്കിൽ അവന്റെ വർക്കെല്ലാം കഴിഞ്ഞ് നേരെ ബണ്ണിയുടെ ക്ലാസ്സിലേക്ക് പോയി കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ജീവോൺ ആണെങ്കിൽ ബണ്ണീനെ അവനേക്കാൾ നന്നായിട്ട് കെയർ ചെയ്യുന്നതാണ്. അത് അവന് എത്ര വിഷമായെന്നറിയോ? ആ ഒരു കാഴ്ച അവന് കണ്ടു നിൽക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയി തന്നെ ബണ്ണീനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നമുക്ക് പോയാലോന്ന് ചോദിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അവള് റെഡി ആയിട്ട് ഇറങ്ങി വന്ന് 2 പേരും കൂടെ നടന്നു പോകുമ്പോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ജീവോന്റെ കാര്യമാണ് മനസ്സ് മുഴുവൻ. ഇവൻ ഇവിടെ ഒന്നല്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവനൊരു ഹഗ് കൊടുത്ത്, ബണ്ണി നാളെയാണല്ലോ നീ കഷ്ടപ്പെട്ടതിനെല്ലാം തന്നെ റിസൾട്ട് ഉണ്ടാവുക. നിന്റെ പ്രോജക്റ്റ് വാല്യുവേഷൻ എല്ലാം നന്നായി നടക്കും, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കും. നെക്സ്റ്റ് ഡേ ബണ്ണി റെഡി ആയിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും അമ്മയാണെങ്കിൽ ടിവിയിൽ എന്തോ ന്യൂസ് കാണുകയാണ്. എന്താന്ന് വെച്ചാ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ്, അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിയാക്കാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച ഒരു ന്യൂസ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ക്ലാസ്സിലാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ ഒരു ചെയ്ത വർക്കിനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്കോറും അവൾക്ക് തന്നെയാണ്.
പോങ്സും ഇല്ലായിരുന്നെങ്കിൽ ബണ്ണിയുടെ വർക്കായിരുന്നു ഫസ്റ്റ് ആവേണ്ടത്. ആ ഒരു കാര്യം മിസ്സും വന്ന് പറയും. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും, പക്ഷെ വാലുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ബണ്ണിക്ക് നല്ല വിഷമമുണ്ടെങ്കിൽ പോലും യൂറിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൽ അവൾ അപ്രീഷിയേറ്റ് ചെയ്യും. നിനക്ക് അറാതെയുള്ളതുകൊണ്ട് മാത്രമേ അത് കിട്ടിയത്. കൺഗ്രാറ്റ്സ്, ഇനിയും കിട്ടട്ടെ. അവളുടെ ഫേസെല്ലാം വാടിയിരിക്കുന്നതുകൊണ്ട് ജീവോണ് ചോദിക്കും, ബണ്ണി നീ ഓക്കെ ആണോ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ, എന്റെ മാക്സിമം എഫോർട്ട് ഞാൻ ഇട്ടതാണല്ലോ. സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ. ഈ ടൈമിൽ തന്നെ അമ്മയുടെ ഒരു കോള് വരികയാണ്. ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോ തന്നെ ജീവോണ് ഷോക്കാവും. അതുകൊണ്ട് അവര് രണ്ടുപേരും കൂടെ ആണ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ ഇരട്ടിയാക്കാൻ ഏതൊരു സ്കീമിൽ അവളുടെ അപ്പയാണെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അവരാ പൈസയായിട്ട് മുങ്ങി. ഇതുപോലെ കുറെ പേരുടെ പൈസ പോയി. ആ ഒരു വാർത്തയാണ് മോർണിംഗ് ന്യൂസിൽ കണ്ടത്. നിങ്ങൾക്ക് എന്താ വട്ടാണ് മനുഷ്യ, മണ്ടത്തരത്തിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തിനാ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച അമ്മയുടെ വക വഴക്ക് വേറെ. അപ്പൊ അപ്പയാണെങ്കിൽ നിനക്കാണെങ്കിൽ വയസ്സാവാറായി, ബണ്ണിക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ്ടേ, ഞാനല്ലേ ഈ ഫാമിലിയിലെ മുതിർന്ന ആള്. സോറി എന്നൊക്കെ പറഞ്ഞ ആള് നല്ല വിഷമത്തോടെയാണ് കരയുന്നത്. അപ്പൊ പിന്നെ എന്തു പറയാനാണ്, പൈസ പോയത് പോയില്ലേ. ഇവിടെ ഇയാളിനാണെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കോള് വരികയാണ്. അവന്റെ ഫേസ് കണ്ടാലേ അറിയാം എന്തോ ഒരു കാര്യമുണ്ടെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞത് ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഫ്രണ്ട്സിനോടായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മളൊരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തത്, ഡാൻസിന്റെ ഒക്കെ ഒരു ഷൂട്ടൊക്കെ നടത്തിയത്? അതിന്റെ പ്രിലിമിനറി റൗണ്ടിലേക്ക് നമ്മൾ സെലക്ട് ആയി. ലീവ് ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര വണ്ടർ അടിച്ചാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ശരിക്കും അപ്പൊ ക്വാളിഫൈഡ് ആയവർക്ക് ഒരു റിവാർഡ് ഉണ്ടല്ലോ, അതറിയുമ്പോ അവർക്കാണെങ്കിൽ ഡബിൾ സന്തോഷം. നൈറ്റ് ഇയാളാണെങ്കിൽ ഈ ഒരു കാര്യം സന്തോഷത്തോടെ പറയാനായിട്ട് ബണ്ണിനെ വിളിച്ച പ്രൊജക്റ്റിലാണെങ്കിൽ മാർക്കില്ല. അപ്പയാണെങ്കിൽ ഉണ്ടായിരുന്ന പൈസയും പോയി. ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ബണ്ണി ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഒരു പാർട്ടി വെക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ സെലിബ്രേഷൻ ഒക്കെ ജയിച്ചവർക്കല്ലേ, എന്റേത് മെയിൻ പീസ് ഒന്നും ആയില്ലല്ലോ, ഞാനിപ്പോ തോറ്റിരിക്കല്ലേ. ബണ്ണി ഭയങ്കര അപ്സെറ്റ് ആണെന്ന് ഇയാളിന് മനസ്സിലായി. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ വാടാ സെലിബ്രേറ്റ് ചെയ്യാൻ, പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യും. എടാ പയ്യെ പറയടാ, മിണ്ടാതിരിക്കടാന്ന് അവനൊരു ആക്ഷൻ ഇട്ടതാണ്. പക്ഷെ അത് ബണ്ണി കേട്ടു. നിനക്കിപ്പോ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്, നീ തകർക്ക്. ഞാൻ അല്ലെങ്കിൽ തന്നെ കുറച്ച് ടയർഡാണ്, ഇന്നെനിക്ക് കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം, കുറെ നാള് കഷ്ടപ്പെട്ടതല്ലേ. ഇയാളിന് കൺഗ്രാറ്റ്സ് എല്ലാം കൊടുത്ത് ഫോൺ വെച്ചാലും ബണ്ണി ആകെ ഷോക്കാണ്. ഈ ഒരു ടൈമിലാണ് നിമ്മും ബോബിയും വന്ന് ഔട്ടിങ്ങിനെ വിളിക്കുന്നത്. ഈ റൂമിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാനാണോ നിന്റെ പ്ലാൻ? എഴുന്നേറ്റ് വന്നേ, നമുക്ക് പുറത്തു പോവാം. ഞാനൊന്നും ഇല്ലെന്ന് അവള് പറഞ്ഞാലും ഇവരാണെങ്കിൽ വിടുവോ? കുറച്ച് ഫ്രഷ് എയർ കൊള്ളാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചോണ്ട് പോവും. അവിടെ ആണെങ്കിൽ ജീവനും ഉണ്ട്. എല്ലാവരും കൂടിയാണ് വെള്ളം അടിക്കുന്നത്. എന്തായി നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ? കൊറേ പൈസ പോയി. അപ്പക്കാണെങ്കിൽ ഏറ്റവും ടെൻഷൻ എന്റെ കാര്യം ഓർത്തല്ലേ, അതുകൊണ്ട് പറ്റിയതാ പാവം. അപ്പൊ ജീവോണം, ഇനി നിനക്ക് സെമസ്റ്റേഴ്സ് ബാക്കിയുണ്ടല്ലോ, നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അത് കിട്ടുമെന്നൊന്നും ഉറപ്പില്ലല്ലോ, 50-50 ചാൻസ് അല്ലേ. ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് അത്രയ്ക്ക് സ്വപ്നം കണ്ടത് എന്റെ തെറ്റാന്ന് തോന്നുന്നു. എനിക്കതിനൊന്നും അർഹതയില്ലെന്നാണ് തോന്നുന്നത്. ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അതിനനുസരിച്ച് ഡ്രിങ്ക്സും കഴിക്കും. ആകെ ഫിറ്റായി. ഇവിടെ ഇയാൾക്കാണെങ്കിൽ മണി ഷോക്കായിട്ട് ഇരിക്കുമ്പോ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ലെന്ന് വിചാരിച്ച് അവന്റെ ടീമിനോടായി, അതെ ഞാൻ ഇന്ന് ബണ്ണിയുടെ കൂടെ ഡിന്നർ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവളോട് ഒറ്റയ്ക്കാ, ഞാൻ പോയി പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് ഓടി വരാം. ഇവരാണെങ്കിൽ ആദ്യം ഒന്നും സമ്മതിക്കില്ല. പിന്നെ അവൻ ഇച്ചിരി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരി പെട്ടെന്ന് വരണേടാ. അങ്ങനെ അവര് പോവും. ഇയാള് പെട്ടെന്ന് തന്നെ ബണ്ണിക്ക് ടെക്സ്റ്റ് അയക്കും, ബണ്ണി നമുക്കിന്ന് ഒരുമിച്ച് ഡിന്നർ കഴിച്ചാലോ? അതിനുള്ള റിപ്ലൈ ഇപ്പൊ വരുന്നോർത്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവളാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്യുന്നത് ലീ കാണാണ്. അവൻ അപ്പൊ തന്നെ ഇയാളിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയും, ഡാ ബണ്ണിയും ഫ്രണ്ട്സും ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നീ ആരുടെ കൂടെ ഡിന്നർ കഴിക്കാൻ പോകുന്നത്? ഈ ഒരു ന്യൂസ് കേട്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇയാൾ ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോ ബണ്ണിയാണെങ്കിൽ ജിവോന്റെ ഷോൾഡറിലുണ്ടല്ലോ തല ചാച്ച് കിടക്കാണ്. അവനാണെങ്കിൽ ബണ്ണി ഫിറ്റ് ആയതുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി ഇങ്ങനെ കെയർ ചെയ്യുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അവൻ എന്തായാലും തെറ്റിദ്ധരിക്കാതിരിക്കില്ലല്ലോ. അവൻ അത്രയ്ക്ക് ഹേർട്ടായി. ഓടിച്ചെന്ന് വേഗം തന്നെ ബണ്ണിനെ ഉണർത്താൻ നോക്കിയാ വെള്ളം അടിച്ചിട്ട് അവൾക്കാണെങ്കിൽ ഇപ്പൊ ബോധവും ഇല്ല. ഇയാളാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത്. കോളിംഗ് ബെല്ല് അടിക്കുമ്പോ ആരാന്ന് ചോദിക്കൂലോ. ഞാൻ ബണ്ണിയുടെ ബോയ് ഫ്രണ്ടാ. അവള് വെള്ളം അടിച്ചാകെ ഫിറ്റാണെന്ന് ഡോറ് പറഞ്ഞേ. അമ്മ വാതിൽ തുറന്ന് ബണ്ണിയുടെ അവസ്ഥ കാണുമ്പോ ഇയാളിനെ രൂക്ഷായിട്ടെന്ന് നോക്കും. അയ്യമ്മ ഞാനല്ല, ഇവള് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കുടിച്ചതാ. ഞാൻ അവളവിടെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി മാത്രം വന്നുള്ളൂ. അവനില്ലാത്തപ്പോ ഇതാണ് ബണ്ണിയുടെ അവസ്ഥ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചാണ് ഇയാള് നിക്കുന്നത്. നെക്സ്റ്റ് ഡേ ബണ്ണി കണ്ണു തുറന്ന് തലേന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ഇയാൾ ജിവോണിനെ വഴക്ക് പറഞ്ഞതായിട്ട് ഓർക്കുകയാണ്. ജിവോൺ നീ ഇനിയും ലൈൻ ക്രോസ് ചെയ്യരുതാ, അവൾ എന്റെ പറഞ്ഞേക്കാം. അവളെ കെയർ ചെയ്യാൻ എനിക്കറിയാം നന്നായിട്ട്, അതിലൊന്നും നീ ഇടപെടണ്ട.
എന്റെ ദൈവമേ, ഇത്രയൊക്കെ ഇന്നലെ നടന്നാർന്നോ? ഇയാളിനെ കണ്ടൊരു സോറി പറഞ്ഞേക്കാന്ന് വെച്ചാ അവനാണെങ്കിൽ നല്ല പിണക്കത്തിലാണ്. ഇപ്പൊ പണിയുടെ ഫേസിൽ പോലും നോക്കുന്നില്ല. ഞാനും നിന്നെ ഇന്നലെ വിളിച്ചതാണല്ലോ, അപ്പൊ നീ എന്താ പറഞ്ഞ നീ വീട്ടില് റെസ്റ്റ് എടുക്കാൻ പോവാന്ന്? ആക്ച്വലി ഇയാൾ ഞാൻ വീട്ടില് റെസ്റ്റ് എടുക്കണമെന്ന് തന്നെയായിരുന്നു വിചാരിച്ച, പക്ഷെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ ഇന്നലെ കുറച്ച് ഓവർ ആയിരുന്നൂല്ലേ എന്ന് ചോദിക്കുമ്പോ അവനാണെങ്കിൽ ഒന്നും മിണ്ടില്ല. ഇപ്പൊ കൂട്ടുകൂടാനായിട്ട് കൈ നീട്ടുമ്പോ ഇയാളാണെങ്കിൽ കൊടുക്കൂല. ഇപ്പോഴും പിണക്കത്തിൽ തന്നെയാണ്. അവൻ മിണ്ടാതിരിക്കുന്നത് ബണ്ണിക്കും കുറച്ച് ഫീലിങ്സ് തന്നെയാണ്. ഇപ്പൊ ക്ലാസ്സിൽ ജീവോണിനെ പോയി കണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി തന്നെ സംസാരിക്കും. എന്നാലും ഇയാളിന് ഭയങ്കര ഹേർട്ടായി. അതുകൊണ്ട് അവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ പറ്റി ഒത്തിരി റൂമേഴ്സ് ഈ കോളേജിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നീയായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്നാണ് ആലോചിക്കുക. സോറി, എനിക്ക് വേറെ വഴിയില്ല ജീവോൺ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവനെ നോക്കുമ്പോ അവനാണെങ്കിൽ ഈ ഒരു കാര്യം സന്തോഷമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും. കെട്ടിയത് ലീഡർ സ്റ്റുഡിയോയില്. അവനാണെങ്കിൽ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇയാളിനെ നോക്കുമ്പോ എന്താടാ ഫേസ് ഒക്കെ കുറച്ച് സാഡായിട്ടിരിക്കുന്ന? ബണ്ണിയായിട്ട് വല്ല പിണങ്ങിയോ? പിണങ്ങിയ കാര്യ ചോദിച്ചറിയുമ്പോഴാണ് ദേ വരുന്നു ഫുഡായിട്ട് ഡെലിവറി ബോയ്. നോക്കുമ്പോ ബണ്ണിയുടെ അപ്പയാണിത്. ആൾക്ക് നല്ല റിഗ്രറ്റ് ഉണ്ടുള്ള പൈസ എല്ലാം കൊണ്ടേ കളഞ്ഞേന്ന്. സോ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തു ഡെലിവറി ജോബ് ചെയ്യാന്ന്. അതിന്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇയാളാണെങ്കിൽ അപ്പായ്ക്ക് ടീ എല്ലാം ഓർഡർ കൊടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രോമിസ് ആള് വാങ്ങിക്കും. നീ കാര്യം ബണ്ണിനോടൊന്നും പറയാൻ നിക്കരുത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പിങ്കി പ്രോമിസും ചെയ്ത് ഭയങ്കര കൂട്ടാവും. ഇവിടെ ബണ്ണിനെയാണ് ക്ലാസ് മിസ് വിളിപ്പിച്ച് അബ്രോഡ് നടക്കുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ബോഷർ എടുത്ത് കാണിക്കുകയാണ്. 1 ഇയറാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടക്കുക. ഇപ്പൊ അപ്ലൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. ഒന്നിനും ചെലവൊന്നുമില്ല. നിനക്ക് ഈ കോളേജിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നീ നോക്ക്. ബണ്ണി താങ്ക്സ് ഒക്കെ പറഞ്ഞ് അതിന്റെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം വാങ്ങും. പക്ഷെ അത്രയ്ക്ക് സന്തോഷമൊന്നുമില്ല.